ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 529 പോയിന്റും S&P 48 പോയിന്റും നസ്ഡാക്ക് 153 പോയിന്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗിഫ് നിഫ്റ്റി ഏകദേശം 600 പോയിന്റ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കെതിരെയുള്ള തീരുവയിൽ 25 നിന്ന് 18% താരിഫ് താഴ്ത്തി എന്നൊരു ന്യൂസ് വന്നതിന് ശേഷം ഗിഫ് നിഫ്റ്റി ഏകദേശം 600-650 പോയിന്റ് അടുപ്പിച്ച് ഹൈയിൽ പോയിട്ടാണ് ഇപ്പം 600 പോയിന്റ് അടുപ്പിച്ച് വന്ന് നിൽക്കുന്നത്. മാർക്കറ്റിൽ വലിയൊരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. ഒരു 400 പോയിന്റെങ്കിലും, ഏറ്റവും കുറഞ്ഞ ഒരു 400 പോയിന്റെങ്കിലും ഇപ്പോഴത്തെ ഗിഫ് നിഫ്റ്റിയുടെ റേഞ്ച് വെച്ചിട്ട് ഒരു 400 പോയിന്റിന് മുകളിലെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കഴിഞ്ഞ 7 ദിവസം, കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ തിങ്കളാഴ്ച വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വരുന്ന 2 ട്രേഡ് ഡീലുകളാണ്. ഒന്ന് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീൽ വന്നു കഴിഞ്ഞ ആഴ്ച. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അമേരിക്ക ഇന്ത്യക്ക് നേരെയുള്ള നേരത്തെ 50 ആയിരുന്നതാണ്, പിന്നീടാണ് അത് 25 ആയത്. അതിൽ നിന്ന് വീണ്ടും 18% താഴ്ത്തിക്കൊണ്ട് 18% വന്നിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 7 ദിവസം എന്ന് പറയുന്നത് വളരെ സുപ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്ത്യക്ക് നേടാനായത്. ഒന്ന് അമേരിക്കയുമായിട്ടുള്ളതും ഒന്ന് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ളതും. അത് മാർക്കറ്റിൽ വലിയൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരുമെന്ന് തന്നെയാണ്, വരും ദിവസങ്ങളിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ വരുന്ന ഒരു ഗ്യാപ്പ് അപ്പ് അനുസരിച്ച് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്കൗട്ട് കിട്ടിപ്പോയതാണ്. ഇതിൻ്റെ നമ്മുടെ ബഡ്ജറ്റ് ഡേയുടെ അന്ന് താഴോട്ട് പോയിട്ടാണ് ഇന്നലെ മാർക്കറ്റ് റിക്കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് നേരത്തെ സപ്പോർട്ടായിരുന്നു. അപ്പം അത് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് റെസിസ്റ്റൻസ് ആവേണ്ടതാണ്. പക്ഷേ ഇന്ന് ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ ഈ ഒരു ട്രെൻഡ് ലൈന് ഒരു ബ്രേക്കൗട്ട് മുകളിലോട്ട് കൊടുക്കും. അത് വീണ്ടും തിരിച്ച് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫേക്ക് ബ്രേക്കൗട്ടായിട്ട് എടുത്താൽ മതി. കാരണം എന്ന് പറയുന്നത് അത് സംഭവിച്ചിരിക്കുന്നത് ബഡ്ജറ്റ് ഡേയിലാണ്. ബഡ്ജറ്റ് ഡേയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ അത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് SST ചാർജ് കൂടുതൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അത്രയ്ക്കും വലിയൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ ഒരു 2 ക്യാൻഡിൽ നമ്മൾ കണക്കാക്കുന്നില്ല. ഈ ഒരു സപ്പോർട്ട് വീണ്ടും സപ്പോർട്ടായിട്ട് തന്നെ, ഈ ട്രെൻഡ് ലൈന് വീണ്ടും സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് വരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും. 25,352 ഈ ഒരു റേഞ്ച് മാർക്കറ്റ്, ഇതിന് മുകളിലാണ് മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, ഈ ഭാഗത്ത് എങ്ങാണ്ടും ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് കിട്ടി മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 25,352 400 ലെവല് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, അടുത്ത മാർക്കറ്റ് ഒരു റിട്രേസ്മെന്റിന് വരാൻ സാധ്യതയുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് 25,652 25,818 റേഞ്ചാണ്. അപ്പം മാർക്കറ്റ് അടുത്തിന് കൺസോളിഡേറ്റ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കും. ഈ ഒരു സപ്പോർട്ട് ഏരിയയും നേരത്തെ ഇത് റെസിസ്റ്റൻസ് ആയിരുന്നതാണ്, ട്രെൻഡ് ലൈൻ വിത്ത് സപ്പോർട്ട് ആയിരുന്നതാണ്. പിന്നെ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു, ഇനി ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും വരും ദിവസങ്ങളിൽ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും തിരിച്ച് താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് 25,352 തൊട്ട് 400 വരെ വരുന്ന റേഞ്ച് മാർക്കറ്റിലൊരു സപ്പോർട്ട് കൊടുത്ത് ഇവിടെ നിന്ന് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. 25,652 25,818 തന്നെയാണ് അടുത്ത ടാർഗറ്റ് വരുന്നത്. ഷോർട്ട് ടൈമിലോട്ട് ഒരു റീട്രേസ്മെന്റ് ടാർഗറ്റ് വരുന്ന ഏരിയ ഇത് തന്നെയായിരിക്കും. നമുക്ക് 15 മിനിറ്റ് ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൽ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 20,081 88 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ശ്രദ്ധിക്കുക, ഏകദേശം 25,444 റേഞ്ച്.
25,412 ആ ഒരു റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ എവിടെ മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് കിട്ടിയാലും തിരിച്ച് വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. നേരത്തെ നമുക്കിത് റെസിസ്റ്റൻസ് ആയിരുന്ന ഏരിയ ആണ്. അപ്പം ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 25,412, 410 ഏരിയയൊക്കെ ഇവിടെ നിന്നൊരു 15 മിനിറ്റ് ഗ്യാപ്പിൽ താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യത ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വരും ദിവസങ്ങളിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് 15 മിനിറ്റ് ബ്രേക്ക്ഔട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് വരികയും ഇവിടെ നിന്നൊരു റിവേഴ്സ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ, റിവേഴ്സ് കിട്ടാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. മാർക്കറ്റിൽ അടുത്തൊരു ടാർഗറ്റ് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. 25,642 ഏരിയ ആയിരിക്കും ഒരു ടാർഗറ്റ് വയ്ക്കാൻ പറ്റുന്നത്. 25,642 താഴെ എവിടെ ഓപ്പണിംഗ് കിട്ടിയാലും ചിലപ്പോൾ മാർക്കറ്റ് ഒരു 100-150 പോയിന്റ് ഫസ്റ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ചിലപ്പം താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് എക്സ്പയറി ആണ്, നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നിങ്ങൾക്ക് അറ്റ് ദ മണി പ്രീമിയം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്സ് ഹൈ ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം 15 മുകളിലാണ് വിക്സ് നിൽക്കുന്നത്. പ്രീമിയം ഹൈ ആയിരിക്കും. ഇന്ന് സെല്ലേഴ്സിന് വളരെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. കാരണം ഔട്ട് ഓഫ് ദ മണി എല്ലാം 0 ആയേ പറ്റത്തുള്ളൂ. നിലവിൽ ATM തന്നെ 180 രൂപ അടുപ്പിച്ച് എങ്ങാണ്ടോ പ്രീമിയം 120 രൂപ അടുപ്പിച്ച് പ്രീമിയം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഔട്ട് ഓഫ് ദ മണിയൊക്കെ എല്ലാം 0 ആയേ പറ്റത്തുള്ളൂ. നല്ല ടൈം ഡീക്ക് ഉണ്ടാവും. അപ്പം ഓപ്ഷൻ ബൈ ചെയ്യുന്നവരൊക്കെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വച്ച് തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ നെറ്റ് പോയെന്ന് തോന്നുന്നു. ഓക്കെ, നെറ്റ് വന്നു. ലൈൻ ഇവിടെ വരച്ച ലൈന് പോയി. 25,647 ഈ ഒരു ഗ്യാപ്പ് ശ്രദ്ധിക്കുക. ഗ്യാപ്പിന് തൊട്ട് താഴെ ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 25,630-40 റേഞ്ചിൽ ഇവിടെ നിന്ന് 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് എൻട്രി നോക്കാവൂ. അതായത് ഓപ്പണിംഗ് ഈ 25,630-40 താഴെ ആണ് എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുന്നവരേക്കും 15 മിനിറ്റ് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മുകളിലോട്ട് എൻട്രി എടുക്കാവൂ. അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു റേഞ്ചിലൊക്കെയാണ് മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിജക്ഷന് സാധ്യതയുണ്ട്. ഒരു 15 മിനിറ്റ്, ആദ്യത്തെ 15 മിനിറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. 25,633 15 മിനിറ്റിൽ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 25,777 ഈ ഒരു റേഞ്ച് വരയ്ക്കും മാർക്കറ്റ് കയറി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിന് മുകളിൽ പിന്നെ വരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 25,873 അത് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന റേഞ്ച് കൃത്യമായിട്ട് നോക്കുക. 25,633 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ ഒരു 100-150 പോയിന്റെങ്കിലും താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇൻട്രാഡേ ലെവൽസ് കൂടെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസിൽ CPR വരുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ താഴെയാണ് CPR വരുന്നത്. എന്തായാലും CPRലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കുറവാണ്. ഇന്ന് മാർക്കറ്റ് മിക്കവാറും ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളൊരു ഏരിയ ഈ ഒരു ഏരിയ ആയിരിക്കും. ഇതിന് മുകളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ 25,488 25,511 റേഞ്ച് മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ട് കിട്ടും. അല്ല ഇതിന് താഴെ 500-ന് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ താഴോട്ട് വരുന്ന ഫസ്റ്റ് സപ്പോർട്ട് 25,386 25,408 റേഞ്ചാണ്. മുകളിലോട്ട് വരുന്ന റെസിസ്റ്റൻസ് 25,655 25,677 ആണ്. ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഇന്ന് ഇല്ല. ചിലപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷന് സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ച് ശ്രദ്ധിക്കുക. താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സിന് സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു 3 ലെവൽസാണ് ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവൽസ്. പിന്നെ ഉള്ള ലൈവ് മാർക്കറ്റിലുള്ള അപ്ഡേഷൻസിൽ എന്തെങ്കിലും ലെവൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ലിങ്ക് താഴെയുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.